ഇന്ത്യ എണ്ണ വാങ്ങാൻ, ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാകിസ്ഥാൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്. ഓഗസ്റ്റ് 1 നാളെ മുതൽ ഇന്ത്യക്ക് 25% താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് ട്രംപ്. അതായത് റഷ്യയുമായിട്ടുള്ള നമ്മുടെ വാണിജ്യ ഇടപാടുകളും സൈനിക ഇടപാടുകളും നിർത്തിയില്ലെങ്കിൽ 25% താരിഫ് ഇട്ട് പൂട്ടുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ശരിക്കും ഈ 25% താരിഫ് ഇമ്പോസ് ചെയ്താൽ ഇന്ത്യക്ക് എന്ത് പറ്റും? 25% താരിഫിന് പുറമെ ട്രംപ് പറയുന്നത് റഷ്യയുമായിട്ടുള്ള എണ്ണ കച്ചവടം, ആയുധ കച്ചവടം. അത് കാരണം ഈ റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും, നേരത്തെ ബ്രിക്സിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും 100% പെനാൽറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെനാൽറ്റി ഇന്ത്യക്കും വരും എന്ന് 25% താരിഫ് കൂട്ടുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 125% എന്ന് പറഞ്ഞ നിലയിലേക്കൊക്കെ വരും. ആ പെനാൽറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, എനിക്കത് മനസ്സിലായി. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായി താരിഫ്, അത് വന്നാൽ എന്തു പറ്റും എന്നതിനെ കുറിച്ച് ധാരണയില്ലാത്തവരുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വിശദീകരിച്ചിട്ട് ഈ പാകിസ്ഥാൻ കഥയിലേക്ക് പോവാം. അതായത് നമ്മൾ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു. കയറ്റി അയക്കുമ്പോൾ അവിടെ 3%, 2% ഒക്കെ ഡ്യൂട്ടി തീരുവ ഈടാക്കിയിരുന്നു. അതായത് 100 രൂപയ്ക്കുള്ള സാധനം നമ്മൾ ഇവിടുന്ന് കയറ്റി അയച്ചാൽ അവിടെ വരുമ്പോൾ 103 രൂപയാവും. അങ്ങനെയൊക്കെ ആകുമായിരുന്നുള്ളൂ അവിടുത്തെ. നമ്മൾ ഇവിടെ ഈടാക്കിയിരുന്നത് 10%, 15%. നമ്മുടെ ഇവിടുത്തെ തീരുവ വളരെ കൂടുതലായിരുന്നു. അതായത് അമേരിക്കൻ സാധനം 100 രൂപയുടെ സാധനം ഇവിടെ വരുമ്പോൾ 115 രൂപയാവുമായിരുന്നു ഇന്ത്യയിൽ, അല്ലേ? അതെ. അപ്പോ റെസിപ്രോക്കൽ താരിഫ് ഞങ്ങൾ ഏർപ്പെടുത്തും എന്ന് ട്രംപ്. നമ്മൾ എത്ര ചുമത്തുന്നോ അത് അത്രയും അവരും ചുമത്തും. ആ റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുമ്പോൾ മൊത്തം നമ്മൾ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഓട്ടോ കമ്പോണൻസ്, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങൾ അവിടെ നിന്നുള്ളത് നമ്മൾ വാങ്ങിക്കണം, ക്ഷീര വിപണി നമ്മൾ തുറന്നു കൊടുക്കണം. ഈ 2 കാര്യത്തിൽ തടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. ഈ കാർഷികോൽപ്പന്നത്തിന്റെ കാര്യത്തിലുണ്ട് ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നം. ഞാൻ പറയാൻ വന്നിരുന്നത്, ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ നമ്മളിവിടെ വാങ്ങണം. അത് നമുക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 റൗണ്ടായി ചർച്ച. ട്രേഡ് എഗ്രിമെന്റ്, അവരുമായിട്ടുള്ള കച്ചവട കരാറ്. ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ താരിഫിന്റെ തീരുവയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരും. അത് പക്ഷേ ഇനി സെപ്റ്റംബറിൽ ഒന്നും ആകില്ല എന്ന് ഉറപ്പാണ്. ഒക്ടോബർ മറ്റോ ആവും ആ ചർച്ചയൊക്കെ കഴിയുമ്പോഴേക്കും. അപ്പോഴേക്കും ഓഗസ്റ്റ് 1 ഇയാളുടെ ഈ 25%. അപ്പൊ അയാൾ ആദ്യം പറഞ്ഞിരുന്നത് റെസിപ്രോക്കൽ താരിഫ് എന്നാണ്. ഇന്ത്യ എത്ര ചുമത്തുന്നോ അത്രയും ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് 26% വരുമായിരുന്നു. ആ 26ന്റെ സ്ഥാനത്താണ് 25 ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാഭമാണല്ലോ നമുക്ക്. 1% ലാഭമാണ്. അപ്പൊ റെസിപ്രോക്കൽ താരിഫ് അയാൾ നേരത്തെ പറഞ്ഞതിന്റെ അടുത്താണ്. ഈ 25 നടപ്പാക്കിയാൽ തന്നെ നമുക്ക് ഈ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിനൊക്കെ 35 ചുമത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 25 ആണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും. ഇന്തോനേഷ്യ, വിയറ്റ്നാം ഇങ്ങനത്തെ ഉള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവർക്കുമൊക്കെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 30, 35 ഒക്കെയാണ്. ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ ഇങ്ങനെയാണ്. നമുക്ക് 25. അപ്പൊ അയൽ രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് അപ്പോഴും അത് കുറവാണ്. 25 എന്ന് പറയുമ്പോൾ വലിയ ഭീഷണി നമുക്ക് വരാൻ സാധ്യതയില്ല. ഇപ്പോ 2024 അമേരിക്കയുമായിട്ട് നമ്മൾ കച്ചവടം ചെയ്തിരിക്കുന്നത് $130 ബില്യൺ ആണ്. എന്ന് പറയുമ്പോൾ 11.40 ലക്ഷം കോടി, 11 ലക്ഷം കോടി രൂപയുടെ കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ സർപ്ലസ് ആണ്. അതായത് നമ്മൾ ആണ് കൂടുതൽ അങ്ങോട്ട് ചെയ്യുന്നത്, അങ്ങോട്ട് കൊടുക്കാനുള്ളത്. അത് 4 ലക്ഷം കോടി വരും. മിച്ചം ആണ് നിൽക്കുന്നത്. കൂടുതലും ഈ സർപ്ലസ് വന്നിരിക്കുന്നത് മരുന്ന്, ഓട്ടോ കമ്പോണൻസ്, ജെം സ്റ്റോൺസ്, ഇല്ലേ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ ചൈനയാണല്ലോ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ശത്രു. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയായാലും അമേരിക്കയ്ക്ക് ഈ ഭാഗത്ത് നിലനിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 25% എന്ന് പറയുന്ന ഒരു പിഴയുടെ കാര്യം കൂടി
അയാൾ പറഞ്ഞിട്ടുണ്ട് അത് 100% വരുന്നുള്ള സംശയങ്ങൾ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ ഈ 2 രാജ്യങ്ങൾ നമ്മളുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. കൃഷി ക്ഷീര ഉൽപ്പന്നങ്ങൾ അതിൽ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നു. നമ്മൾ ജനിതക മാറ്റം വരുത്തിയ സോയാബീൻസ് നമ്മൾ ഇറക്കുമതി ചെയ്യണമെന്നാണ് അമേരിക്ക പറയുന്നത്. ചോളം അത് ഇറക്കുമതി ചെയ്യണം. പിന്നെ ആഭ്യന്തര ഈ ക്ഷീരരംഗം അത് തുറന്നു കൊടുക്കണം അവിടുത്തെ. ആ 2 കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇത് കാരണം അത് ജനിതക മാറ്റം വരുത്തിയ വിത്തുകളും കാർഷികോൽപ്പന്നങ്ങളും നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി തകർന്നു. അതെ. പിന്നെ ആ ക്ഷീരോൽപ്പന്ന വിപണി തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ റൂറൽ ഇക്കോണമി ഉണ്ടല്ലോ, അതിനെ അത് ബാധിക്കും. അതുകൊണ്ട് അത് സാധ്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചൈന ഇപ്പോൾ വില കുറച്ചിട്ട് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്ക നമ്മളോട് ഇങ്ങനെ ഒരുപാട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പുരി പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആഗോളതലത്തിൽ എണ്ണയൊക്കെ വാങ്ങിക്കാവുന്ന റഷ്യ അല്ലാതെ, റഷ്യയിൽ നിന്നാണ് ഇപ്പം 40% എണ്ണ വാങ്ങുന്നത്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 60% മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. നമ്മളുടെ പ്രധാനപ്പെട്ട എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് കൂട്ടണം എന്നൊരാഗ്രഹം ട്രംപിനുണ്ടാകാം എന്ന് തോന്നുന്നു. നമ്മൾ UAE, സൗദി എല്ലായിടത്തു നിന്നും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന്, ഓട്ടോ കമ്പോണൻസ്, സ്വർണം, ഇലക്ട്രോണിക്സ് ഈ രംഗങ്ങളിൽ ഇന്ത്യക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. 25% എന്ന് പറയുമ്പോൾ ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവയേക്കാൾ ഇന്ത്യക്കിത് പ്രശ്നമാവും. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ഒക്കെ കയറി കളിക്കും എന്ന് പറയുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ത്യ, റഷ്യ, ചൈന ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഈ 10% കൂടുതൽ പിഴ ചുമത്താൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പിഴ വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. 25% ആണെങ്കിലും ബംഗ്ലാദേശിന് 35%, ചൈന 30-34%. ഇതാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്ന തീരുവ. അത് പ്രശ്നമില്ല. നമ്മൾ ക്വാഡ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് ഈ വർഷാവസാനം ഇയാളെ വിളിച്ചിട്ടുണ്ട് ട്രംപ്. അപ്പോൾ ആ സമയത്താണ് അവസാനം കച്ചവട കരാർ ഒപ്പിടുക എന്നുള്ളതാണ് ഒരു ധാരണ. അപ്പോൾ ഈ ഓഗസ്റ്റ് 1 മുതൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതുവരെ നിലനിൽക്കും. പക്ഷേ ഈ ആപ്പിൾ, ഐഫോൺ തുടങ്ങിയവരൊക്കെ ചൈനയിൽ നിന്ന് കുറ്റിയും പറിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഗുണമാണ്. ഹർദീപ് പുരി പെട്രോളിയം മന്ത്രി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എങ്ങനെയായാലും മാനേജ് ചെയ്യും. 27 രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചിരുന്നത് ഇപ്പൊ 40 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ പുരി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പുരി അത് പറഞ്ഞിരുന്നു. അപ്പോൾ $68.5 ബാരലിന്. അത് 65-ലൊക്കെ നിലനിൽക്കും. കാരണം മറ്റേ ക്രൂഡിന്റെ വില അത് ഈ സ്വർണത്തിന്റെ വില പോലെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ എവിടെ നിന്ന് വാങ്ങിച്ചാലും. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ചീപ്പായിരിക്കും, അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നു. ഇതിൻ്റെ കൂടെ ഇറാനിൽ നിന്ന് കച്ചവടം നടത്തി എന്ന് പറഞ്ഞിട്ട് 6 ഇന്ത്യൻ കമ്പനികൾക്കെതിരെ ഉപരോധവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവര്. ഇതിൻ്റെ കൂടെ ഈ 25% തീരുവയുടെ കാര്യം പറഞ്ഞ ശേഷം ട്രംപ് പറഞ്ഞിരിക്കുന്നതാണ്, ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ മേടിക്കേണ്ടി വരും. കാരണം ഒരു അമേരിക്കൻ കമ്പനി പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ധാരാളം എണ്ണ റിസർവ് ഉണ്ട്. ആ റിസർവ് എടുക്കാൻ, ഡ്രില്ല് ചെയ്യാനുള്ള കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന അവസ്ഥ വരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അയൽവക്കത്ത് പോയി പാകിസ്ഥാൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ച് നിൽക്കേണ്ടി വരും. അമേരിക്ക ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കും ഡ്രില്ല് ചെയ്യാൻ പാകിസ്ഥാനിൽ പോയിട്ട്. ഇന്ത്യ 3ാമത്തെ വലിയ കൺസ്യൂമറാണ് എണ്ണയുടെ. നമ്മുടെ ആവശ്യത്തിൻ്റെ 88% നമ്മൾ പുറത്തു നിന്നാണ് മേടിക്കുന്നത് എണ്ണ. പാകിസ്ഥാനിൽ
എണ്ണ കണ്ടെത്തുകയും അവിടെ ഡ്രില്ല് ചെയ്യുകയും ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ തോതിൽ പുറത്ത് വിൽക്കാവുന്ന വിധത്തിൽ അവിടെ ഉൽപ്പാദനം ഇല്ല പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനിൽ ഡ്രിൽ എന്ന് പറയുമ്പോൾ നമ്മളും നമ്മുടെ ആൻഡമാൻ മേഖലയിലൊക്കെ വലിയ തോതിൽ എണ്ണ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കുണ്ട് ഈ കൊങ്കൺ കോസ്റ്റ്, നമ്മുടെ കൊല്ലത്ത് പോലും, ആന്ധ്രയില്, കൊല്ലത്ത് നമുക്കുണ്ട് ഒരുപാട് സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ട്രംപിന്റെ വിരട്ടെല്ലാം കൈ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ നമ്മുടെ എണ്ണ നിക്ഷേപത്തിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം നമുക്കുണ്ട്. പാകിസ്ഥാനിൽ പോയി എണ്ണ ട്രംപ് സീനിയർ മേടിക്കും. അപ്പോൾ അമേരിക്കയുടെ ഈ എനർജി അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് 9 ബില്യൺ ബാരൽ പെട്രോള് അവിടെ കിടപ്പുണ്ടെന്നാണ്. പാകിസ്ഥാനിൽ കിടപ്പുണ്ട്. 105 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഗ്യാസ് അവിടെ ഉണ്ടെന്നാണ്. 1952 ബലൂചിസ്ഥാനിലാണ് ആദ്യം എണ്ണപ്പാടം കണ്ടെത്തിയത്. സുയി ഗ്യാസ്, മറ്റേ സുയി ഗ്യാസ് ഫീൽഡിൻ്റെ അടുത്ത് 122 ചതുരശ്ര കിലോമീറ്ററാണ് അത്. 1961 റഷ്യൻ സഹായത്തോടുകൂടി ഡ്രില്ലിങ് തുടങ്ങി. 1964 പഞ്ചാബിൽ ടൂട്ട് എന്ന് പറഞ്ഞ എണ്ണപ്പാടവും ഇതുപോലെ എണ്ണ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി. പഞ്ചാബിലെ ഗോറിലാണ് അത്. ഇസ്ലാമാബാദിൽ നിന്ന് 135 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ്. 1967 ഉൽപ്പാദനം തുടങ്ങി. 60 മില്യൺ ബാരൽ അവിടെ ഉണ്ട് ശേഖരം. 15% അവർക്ക് എടുക്കാൻ പറ്റൂ. അവിടുത്തെ ഉപയോഗത്തിന് പോലും അത് തികയില്ല. 1986 2400 ബാരൽ ഒരു ദിവസം അവിടെ നിന്ന് ഉൽപ്പാദനം ഉണ്ടായിരുന്നു. സിന്ധിൽ 1981 കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധിൽ അത് യൂണിയൻ ടെക്സാസ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുടെ പാകിസ്ഥാൻ സബ്സിഡിയറിയാണ് അത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ കമ്പനി ഓൾറെഡി പാകിസ്ഥാനിൽ രംഗത്തുണ്ട്. ട്രംപ് അത് അറിയാതെയാണോ സംസാരിച്ചതെന്ന് അറിഞ്ഞൂടാ. 2005 വാൻകൂവറിലെ ഇന്റർനാഷണൽ സോവറിൻ എനർജി പാകിസ്ഥാനുമായിട്ടൊരു MOU ഒപ്പിട്ടു. ഈ ടൂട്ട് എണ്ണപ്പാടത്ത് നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ. അവിടെ 5 ഓയിൽ റിഫൈനറികൾ ഉണ്ട്. 5 ഓയിൽ റിഫൈനറികളും കൂടി 4,20,000 ബാരൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് 1,56,000 ബാരൽ ഒരു ദിവസം ശേഷിയുള്ള സിനർജി PC ലിമിറ്റഡ് ആണ് ഏറ്റവും വലിയ റിഫൈനറി പാകിസ്ഥാൻ. ഇനിയാണ് ഈ പാകിസ്ഥാനിൽ എണ്ണ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ട്രംപ് പറഞ്ഞില്ലേ. ഇത് ബലൂചിസ്ഥാനിലാണല്ലോ കൂടുതലും റിസർവ്. അങ്ങോട്ട് ചെന്നാ മതി. അപ്പൊ ഗ്വാദറിൽ 2019 സൗദിയിൽ നിന്ന് ആരാംകോ വന്നിരുന്നു. വലിയ എണ്ണ റിസർവ് ആണെന്ന് പറഞ്ഞിട്ട് ആരാംകോ ആണെങ്കിൽ, പക്ഷെ ആരാംകോ അത് ഉപേക്ഷിച്ച് പോയി. ഏതായാലും ട്രംപിന്റെ ഭീഷണി എന്ത് സംഭവിക്കുന്നു നാളെ മുതലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഏതായാലും ട്രംപ് ഡിസംബറിലോ നവംബറിലോ ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കാണിക്കുന്ന ഈ ഉമ്മാക്കി കാട്ടലൊക്കെ അന്ന് ഒരുപക്ഷെ തുടർന്നാൽ അന്ന് വരെ കാണുകയുള്ളായിരിക്കും. ഇത് പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യുക്രൈൻ യുദ്ധത്തിൽ പുടിൻ വിചാരിച്ച പോലെ നിൽക്കുന്നില്ലല്ലോ ട്രംപിന്റെ കൂടെ. അപ്പോൾ റഷ്യയുമായിട്ട് അടുപ്പമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇത് പറയുന്നത് എന്നൊരു വേർഷൻ ഉണ്ട്. അത് മാത്രമല്ല F-35 കുറെ നമുക്ക് തരാമെന്ന് ഓർക്കാം. നമുക്ക് ഈ സാധനം വേണ്ടല്ലോ. ഇനി മേടിച്ച നാണക്കേടാണ്. ബ്രിട്ടന്റെ F-35 വന്നിട്ട് അതിന്റെ സകല വിലയും കളഞ്ഞു. അവിടെ നിന്ന് ആയുധം മേടിക്കണം, നമ്മൾ പാട്രിയറ്റ് മേടിക്കണം, S-400 നമ്മൾ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കേണ്ട ആവശ്യം നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രയാസം. ഇന്ത്യയോട് പറയും, ഇന്ത്യ കേൾക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.